ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 12ാമത്തെ എപ്പിസോഡാണ്. സോ ഇതോടുകൂടി സീസൺ 2 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമിയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഹേ ഹെറിൻ, നീ ഒരാണല്ലേ? അതൊന്നും കണ്ടില്ലെന്ന് വിചാരിച്ച് മിക്കാസയെ നീ സംരക്ഷിക്കണ്ടേ എന്ന് അവന്റെ അമ്മ അവനോട് ചോദിക്കുന്നു. പിന്നീട് അവന്റെ വീടിന് മുകളിൽ ആ മതിലിന്റെ വലിയൊരു ഭാഗം തന്നെ വന്ന് വീണ് അവിടെ കുടുങ്ങിപ്പോയ അവന്റെ അമ്മയെ ആ ടൈറ്റൻ വന്ന് പൊക്കിയെടുക്കുന്നത് അവൻ നേരിട്ട് കാണുന്നു. അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ ടൈറ്റൻ അവന്റെ അമ്മയെ അങ്ങ് കൊന്നുകളയുന്നു. സോ ആ ടൈറ്റനാണ് ഇപ്പൊ അവന്റെ മുമ്പിലോട്ട് വരുന്നത്. തനിക്ക് ചുറ്റുമുള്ള ടൈറ്റൻസിനെ സർവേ കോപ്സിന് നേരെ എറിയുവാണ് റെയ്നർ. താഴെ വീണ ഒരു ടൈറ്റൻ കമാൻഡർ എർവിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. ടൈറ്റന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കമാൻഡർ എർവിനെ കാണുവാണ് ഏമിർ. ഞങ്ങളുടെ പദ്ധതിയെല്ലാം തകർത്തത് നിങ്ങളാണ് കമാൻഡർ എർവിൻ എന്ന് പറഞ്ഞ് അവൾ എർവിന് നേരെ ഓടുന്നു. എർവിനെ ഇപ്പൊ കൊല്ലൂടാന്നും പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്ത് പുറകെ വരുന്ന ടൈറ്റനെ ആയിരുന്നു അവൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. താഴെ വീണ എർവിന്റെ അടുത്തോട്ട് ഒരു ഓഫീസർ ഓടി വരുന്നു. എനിക്ക് പകരം മറ്റൊരാൾ വരും, എറിനെ രക്ഷിക്കുക, അതാ ഇപ്പൊ ഇവിടെ പ്രധാനം, സമയം കളയരുത് എന്ന് എർവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആ ഓഫീസറെ ടൈറ്റൻ പിടിക്കുന്നത്. പിന്നീട് നമ്മൾ എറിനെയാണ് കാണുന്നത്. ആ ടൈറ്റൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് തന്നെ ഹോണസ് അതിന്റെ മുമ്പിലോട്ട് വരുവാണ്. ദൈവമായിട്ട് ഒരുക്കി തന്ന അവസരം പോലെയില്ലേ, നിങ്ങൾ കണ്ടോ? ഇതിനെ വെട്ടിയരിഞ്ഞ് കഷ്ണം കഷ്ണമാക്കി നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചോദിക്കും എന്ന് പറഞ്ഞ് ഹോണസ് അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം തന്നെ ആർമിനും ജിന്നും അങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാ അവിടെ മുമ്പിലോട്ട് ഒരു ടൈറ്റൻ വന്നു വീഴുന്നു. നീ എന്താടാ കളിക്കുവാണോടാ നാറി എന്ന് പറഞ്ഞ് ജിൻ തന്റെ മുമ്പിലുള്ള ടൈറ്റന് നേരെ ഓടുന്നു. ഇതേ സമയം തന്നെ ഏമിർ തന്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ ടൈറ്റനെയും കടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. നാശം, ഞാൻ എന്തായി ചെയ്യുന്നേ? റെയ്നറിന് എന്നെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഇവരുടെ കൂടെ ചേർന്ന് ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടണോ? പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കും എന്ന് ക്രിസ്റ്റയെ നോക്കിക്കൊണ്ട് ചിന്തിക്കുവാണ് ഏമിർ. ഹിസ്റ്റോറിയെ അപ്പുറത്തേക്ക് എത്തിക്കാനുള്ള എന്റെ ഒരേ ഒരു അവസരമാണിത്. പക്ഷെ എത്രത്തോളം ശ്രമിച്ചാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അവളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. ഇതേ സമയമാണ് ഹിസ്റ്റോറിയ അവളുടെ അടുത്തോട്ട് വരുന്നത്. ഏ ക്രിസ്റ്റ എന്ന് വിളിക്കുകയാണ് കോണി. അല്ല കോണി, എന്റെ പേര് ഹിസ്റ്റോറിയ എന്ന. പറയേമിർ, നീ നിന്നെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞത് കള്ളമായിരുന്നില്ലേ? ഇത് കേട്ട് അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഓ ആണല്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ? പറ ഏമിർ എന്ന് ഹിസ്റ്റോറിയ പറയുന്ന സമയത്താണ് അവരുടെ മുമ്പിൽ ഒരു ടൈറ്റനെ കാണുന്നത്. ഏമിർ, നീ എന്നോട് പറഞ്ഞത് തന്നെയാ ഇപ്പോ എനിക്ക് നിന്നോടും പറയാനുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്ത. ഇന്നു മുതൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങാം. എന്തുകൊണ്ടാണെന്നറിയില്ല, നീ ഒപ്പമുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞ അവൾ ആ ടൈറ്റന് നേരെ പോകുന്നു. പുറകെ തന്നെ കോണിയും പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ എറിന്റെ അമ്മയെ കൊന്ന ആ ടൈറ്റന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോണസ്. മിക്കാസയും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിൽക്ക് മിക്കാസ എന്ന് പറയുകയാണ് എറിൻ. എന്റെ കെട്ടയ്ക്ക് ഇത് ചെയ്യേണ്ടത് ഞാനാ, വേഗം അഴിക്ക് മിക്കാസ എന്ന് എറിൻ അവളോട് പറയുന്നു. ഈ അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് എറിൻ അവന്റെ കൈ അങ്ങ് കടിക്കുന്നു. പക്ഷേ അവനെ കൊണ്ട് ഒരു ടൈറ്റനായി മാറാൻ പറ്റുന്നില്ല. സോ അവന്റെ ശരീരം മുഴുവനായിട്ടും റീജനറേറ്റ് ആയിട്ടില്ല. ഇതേ സമയമാണ് റെയ്നർ ഇവരുടെ അടുത്തോട്ട് വരുന്നത്. തന്റെ ശരീരത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ടൈറ്റനെ എടുത്ത് ജിന്നിന്റെ മുൻപിലോട്ട് എറിയുന്നു. പ്രതീക്ഷിക്കാതെയുള്ള എയർ ആയതുകൊണ്ട് കുതിരപ്പുറത്തു നിന്നും ജിൻ തെറിച്ച് താഴെ വീഴുന്നു. പെട്ടെന്ന് തന്നെ ആർമിൻ അവന്റെ അടുത്തോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ എറിൻ വീണ്ടും അവന്റെ കൈ കടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവനെ കൊണ്ട് ഒരു ടൈറ്റൻ ആവാൻ പറ്റുന്നില്ല. ആർമിനാണെങ്കിൽ ജിന്നിനെയും കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വരരുത്, പോ പോ എന്നും പറഞ്ഞുകൊണ്ട് ടൈറ്റനെ അവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുവാണ്. ഒരു കൈ നഷ്ടപ്പെട്ട് ഇതുവരെ പോരാടി താഴെ തളർന്നിരിക്കുവാണ് എർവിൻ. പെട്ടെന്നാണ് ആ കാര്യം സംഭവിക്കുന്നത്. ആ ടൈറ്റന്റെ കൂടെ ഫൈറ്റ് ചെയ്തിരുന്ന ഹോണസിനെ പെട്ടെന്ന് ആ ടൈറ്റൻ പിടിക്കുന്നു. എറിന്റെയും മിക്കാസയുടെയും മുമ്പിൽ വെച്ച് തന്നെ ഹോണസിനെ ആ ടൈറ്റൻ കടിച്ചങ്ങ് കീറുന്നു. നോക്കി നിൽക്കാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്നും മാറിയിട്ടില്ല, ഇവിടെ ഒന്നും മാറിയിട്ടില്ല. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നോട് ക്ഷമിക്കണം അമ്മ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അല്ല എറീൻ, അങ്ങനെയല്ല. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നീ എനിക്ക് ഈ കാഫ് തന്നതിനും ഒരുപാട് നന്ദിയുണ്ട് എന്ന് മിക്കാസ എറീനോട് പറയുന്നു. നിനക്ക് വേണ്ടി എത്ര തവണ വേണമെങ്കിലും ഞാനത് ചുറ്റിത്തരും. ഇപ്പോ മാത്രമല്ല, എപ്പോഴും എന്ന് വളരെ ദേഷ്യത്തോടെ അവൻ പറയുന്നു.
പെട്ടെന്നാണ് അവന്റെ പോയ വിരലുകളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത്. ആ ടൈറ്റൻ ഇപ്പോ അവനെ പിടികൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ അതിനിട്ട് ഒറ്റയിടി അങ്ങ് കൊടുക്കുന്നു. പെട്ടെന്നാണ് അവിടെ ടൈറ്റനായിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും ശരീരത്തിലൂടെ ലൈറ്റ്നിങ് പോലെ എന്തോ വരുന്നത്. വീണ്ടും എറിൻ ആ ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്റെ പുറകിലുണ്ടായിരുന്ന ഒരു ടൈറ്റൻ ഓടി വന്ന് ആ ടൈറ്റനെ അറ്റാക്ക് ചെയ്യുന്നു. അതായത് എറിൻ ആ ടൈറ്റനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ. ഇത് കണ്ട് ആ പരിസരത്തുണ്ടായിരുന്ന എല്ലാ ടൈറ്റൻസും ഈ ടൈറ്റന് നേരെ ഓടി വരുവാണ്. എറിന്റെ അമ്മയെ കൊന്ന ആ ടൈറ്റനെ അങ്ങ് പിച്ചി ചീന്തുന്നു. ഇവിടെ എന്താ നടക്കുന്നേ എന്ന കാര്യം ആർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. എറിൻ മിക്കാസയും പൊക്കിക്കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. സർവേ കോപ്സ് ഈ സാഹചര്യം നോക്കി അവിടെ നിന്നും പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോ ഇതാണ് കാരണമല്ലേ? ഇതിനാണല്ലേ റെയ്നറും ബെർഡോൾഡും എറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചേ? സോ അവർ മതിലിനുള്ളിലാണെങ്കിൽ പോലും അവർക്കൊരു ഭാവിയുണ്ട് എന്ന് ഏമിർ ക്രിസ്റ്റയെ നോക്കി ചിന്തിക്കുവാണ്. ഇതേ സമയമാണ് അങ്ങോട്ട് റെയ്നർ ഓടി വരുന്നത്. എങ്ങനെയാണ് ഈ കോർഡിനേറ്റ് അവന് തന്നെ കിട്ടിയത്? അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. ഈ ലോകത്ത് ഈ ശക്തി ആർക്കുണ്ടാവരുതെന്നാണോ ഞാൻ വിചാരിച്ചേ? അവന് തന്നെ അത് കിട്ടി എന്ന് പറയുവാണ് റെയ്നർ. പെട്ടെന്ന് എന്നെ തിരിഞ്ഞു എറിൻ, അനങ്ങരുത് അവിടെ നിന്നും, കൊന്നുകളയും ഞാൻ എന്ന് വിളിച്ചു പറയുന്നു. പെട്ടെന്നതാ എല്ലാ ടൈറ്റൻസ് കൂടി റെയ്നറിന്റെ അടുത്തോട്ട് വരുന്നു. ഓ പണിപാളി, നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല ബെർഡോൾഡ്, എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് വിളിച്ചു പറയുവാണ് റെയ്നർ. പെട്ടെന്ന് എന്നെ സമയം കളയാതെ കമന്റർ എർവിൻ എല്ലാവരോടും പിന്മാറാൻ പറയുന്നു. എല്ലാവരും പുറപ്പെട്ടിട്ടും ക്രിസ്റ്റ ഏമിറിനെ തന്നെ നോക്കി നിൽക്കുവാണ്. കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്ന് ഏമിർ ഐ എം സോറി എന്ന് പറഞ്ഞ് ബെർഡോൾഡിന്റെ അടുത്തോട്ട് പോകുന്നു. ഏമിർ, നീ എന്തീ ചെയ്യുന്നേ എന്ന് ക്രിസ്റ്റ വിളിച്ച് ചോദിക്കുവാണ്. എന്നാൽ അധിക നേരം അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അവർ അവിടെ നിന്നും പുറപ്പെടുന്നു. ബെർഡോൾഡിനെ രക്ഷിക്കാനായി ഏമിർ ടൈറ്റൻസുമായിട്ട് പോരാടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാ സർവേ കോപ്സും തിരിച്ചു മതിലിനകത്തോട്ട് മടങ്ങുന്നതാണ്. ചെറുപ്പം തൊട്ടേ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഹോണസിനെ പറ്റി ആലോചിക്കുകയാണ് എറിൻ. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഇത്രയും നാൾ മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ടൈറ്റൻസ് എല്ലാം ഒരു നാൾ മനുഷ്യരായിരുന്നു എന്ന് മനസ്സിലായി. മതിലുകൾക്കുള്ളിലെ മനുഷ്യരെ മുഴുവനായിട്ട് കൊന്നൊടുക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. സിഗാക്ഷന നഗരത്തിന്റെ ഗേറ്റ് തകർത്ത കൊളോസ്റ്റൽ ടൈറ്റനും ഒരു മനുഷ്യനായിരുന്നു. പാപികളായിട്ടുള്ള മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം അയച്ചതല്ല ആ ടൈറ്റൻസിനെ. അവർ നമ്മുടെ ശത്രുക്കളാണ്. നമ്മുടെ സഹോദരങ്ങളുടെയും സൈനികരുടെയും ജീവനെടുത്ത ശത്രുക്കൾ. നമ്മൾ ഒരിക്കലും അവർക്ക് മുമ്പിൽ തോൽക്കില്ല. നമ്മൾ പ്രതികാരം ചെയ്തിരിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് വാൾസീനയുടെ മതിലിന് ചുറ്റും ഉണ്ടായിരുന്ന ഗ്രാമത്തിന്റെ തകർത്ത മതിലിന് മുകളിലിരിക്കുന്ന റെയ്നറിനെയും ബെർഡോൾഡിനെയും ഏമിറിനെയാണ്. നീ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നതാ എന്ന് റെയ്നർ അവളോട് ചോദിക്കുന്നു. ഈ മതിലുകൾ തകർക്കാനായി നിങ്ങൾ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ദുസ്വപ്നത്തിൽ നിന്നും ഒരിക്കലും എഴുന്നേക്കില്ലായിരുന്നു. എന്നെ സഹായിച്ചത് കൊണ്ട് പകരം ഞാൻ നിങ്ങളെ സഹായിച്ചു, അത്രയുള്ളൂ. നിങ്ങളുടെ അവസ്ഥ ഇപ്പോ എനിക്ക് മാത്രമേ മനസ്സിലാവൂ എന്നവൾ അവരോട് പറയുന്നു. നന്ദിയുണ്ട് ഏമിർ, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ബെർഡോൾഡ്. കുഴപ്പമില്ല, കുറച്ചു നാളത്തേക്കെങ്കിലും ഞാനൊരു യോദ്ധാവായിട്ടിരുന്നു എന്ന് ചന്ദ്രനെ നോക്കി പറയുവാണ് ഏമിർ. വാൾറോസ് തകരുന്നത് പേടിച്ച് വാൾറോസിലെ ജനങ്ങൾ വാൾസീനയിലെ അണ്ടർഗ്രൗണ്ട് ടൗണിലോട്ട് മാറി. പക്ഷേ കരുതി വച്ചിരുന്ന പകുതിയിലേറെ ഭക്ഷണം ജനങ്ങൾക്കായി വിതരണം ചെയ്തപ്പോ ഒരാഴ്ചയിൽ കൂടുതൽ ഇത് നീണ്ടു നിൽക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. ജനങ്ങളെല്ലാം അഗ്രസീവ് ആവുമെന്നും മനസ്സിലായി. സോ അതുണ്ടാവാതിരിക്കാൻ സംഭവം നടന്ന ഒരാഴ്ചക്ക് ശേഷം വാൾറോസിന് കുഴപ്പമൊന്നുമില്ലെന്ന് അധികൃതർ ജനങ്ങളെ അറിയിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ട്രസ്റ്റ് നഗരത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കമാൻഡർ എർവിനെയാണ്. അവരുടെ അടുത്തോട്ട് ഇപ്പോ ഹാൻജിയും കോണിയും വരുന്നു. ഇത് കോണി റംഗഗോ ഗ്രാമത്തിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞ് ശശ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ ഗ്രാമത്തിൽ നിന്നല്ലേ ടൈറ്റൻസ് വന്നേ എന്ന് പിക്സസ് അവളോട് ചോദിക്കുന്നു. അതെ, അവിടെ നടന്നിരുന്ന കാര്യങ്ങളുടെ എല്ലാ റിപ്പോർട്ട് ഇവനെ കാണിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ റിപ്പോർട്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. സോ അത് റിപ്പോർട്ട് ചെയ്യാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ എന്ന് ഹാൻജി അവരോട് പറയുന്നു. ഇതേ സമയം കോണി തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ കയ്യിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. ഞാൻ വീണ്ടും അവരുടെ കയ്യിൽ അകപ്പെട്ടു. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സർവേ കോപ്സിന് നല്ല രീതിയിൽ കഴിവുള്ള ഒരുപാട് സൈനികരെ നഷ്ടമായി. അതിനെല്ലാം കാരണം ഞാനാ എന്ന് എറിൻ പറയുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആരെയും ഒരു ടൈറ്റൻ പോലും ആക്രമിച്ചില്ല. അതിനും കാരണം നീ തന്നെയാ. തിരിച്ചു വരുന്ന സമയത്ത് ഞാനും ജിന്നും അതിനെപ്പറ്റി ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് ടൈറ്റനുകൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. സോ അതിന് കാരണം നീയാണ്. പക്ഷെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഞങ്ങളുടെ കയ്യിലില്ല. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവൂ എറിൻ എന്ന് ജിൻ അവനോട് പറയുന്നു. ഇതുവരെ മരിച്ചവരുടെ മരണമെല്ലാം വെറുതെ ആയിരുന്നോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എറിൻ. നമുക്ക് സമയം കളയാനില്ല എറിൻ, നീ വേണം തീരുമാനിക്കാൻ എന്ന് ജിൻ അവനോട് പറയുന്നു. ശരിയാ, ഞാൻ ടൈറ്റനുകളെ നിയന്ത്രിക്കും. വാൾമറിയുടെ ആ ദ്വാരം ഞാൻ അടക്കും. റെയ്നറിനെ കൊണ്ട് അവൻ ചെയ്തതിനെല്ലാം പകരം ഞാൻ ചോദിക്കും.
എന്താ പറഞ്ഞേ? ആ ടൈറ്റനുകളെല്ലാം ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആളുകളായിരുന്നോ എന്ന് പിക്സസ് ഇവരോട് ചോദിക്കുന്നു. അപ്പോ ടൈറ്റനുകൾ ശരിക്കും മനുഷ്യരായിരുന്നോ എന്ന് എർവിൻ അവരോട് ചോദിക്കുന്നു. കൃത്യമായിട്ട് അതേ എന്ന് പറയാൻ തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇത്രയും നാൾ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ കൊന്നുകളഞ്ഞതെല്ലാം മനുഷ്യനെ ആയിരുന്നുവല്ലേ എന്ന് ലീവൈ അവരോട് ചോദിക്കുന്നു. തെളിവില്ലെന്നല്ലേ പറഞ്ഞതാ എന്ന് ഹാൻജിയും പറയുന്നു. പിന്നീട് തന്റെ പേരൻസിന്റെ ഫോട്ടോ നോക്കി അവിടെ നിന്നും നടന്നു പോകുന്ന കോണിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ക്യാപ്റ്റൻ ലീവായ്. എർവിൻ എന്ന് വിളിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ക്യാപ്റ്റൻ ലീവായ് കാണുന്നത് എർവിൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീ എന്തിനാ ചിരിക്കുന്നേ എന്ന് ലീവായ് അവനോട് ചോദിക്കുന്നു. ഒന്നുമില്ല, ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ സത്യത്തിലോട്ട് ഒരു പടി കൂടി വെച്ചിരിക്കുവാണ്. ഒരു പടിയല്ലേ, പകരം കൊടുക്കേണ്ടി വന്ന മനുഷ്യരുടെയും ടൈറ്റൻസിന്റെയും ജീവൻ വെച്ച് നോക്കുമ്പോ അത് വളരെ ചെറുതാണ് എന്ന് ക്യാപ്റ്റൻ ലീവായ് പറയുന്നു. ഒരു പടി അത് മുന്നിലോട്ട് തന്നെയാണ്. ഒരു ദിവസം ആ സത്യം നമ്മൾ കണ്ടുപിടിക്കും. അന്ന് ആ സത്യത്തെ മറക്കുന്ന ഈ മതിലുകൾ താഴെ വീഴും എന്ന് കമാൻഡർ പറയുവാണ്. ഇതേ സമയം എല്ലാ സർവേ കോപ്സ് ഉദ്യോഗസ്ഥരും മതിലിന് പുറത്തോട്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങ് ദൂരെ വാൾമറിയുടെ മതിലിന് മുകളിൽ ആ കുരങ്ങനെ പോലെയുള്ള ടൈറ്റനും ആ ടൈറ്റന്റെ മുകളിൽ ഒരു ബൈനാക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും കാണിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. இந்த நேரம் வரை பார்த்தது ஜஸ்ட் ட்ரெய்லர் தான். இனிதான் மெயின் மூவி பார்க்க போறேன். ஸோ வெயிட் அண்ட் see.